الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب وعليه فليتوكل المؤمنون. قد قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم وعلى نحن ذلك من الشاهدين والشاكرين الحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഞാൻ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ, ഉന്നതമായ, ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം നാളെ പരലോകത്ത് നിത്യശാന്തിയും സമാധാനവും ലഭിക്കും, അഥവാ സ്വർഗം ലഭിക്കുമെന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യ അശാന്തിയും കഠിനമായ ശിക്ഷയുമാണ് നമ്മെ കാത്തിരിക്കുന്നത്, അഥവാ നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ, ഉന്നതമായ, ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ അവന്റെ ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട്, മഹ്ലായ ഫള് കൊണ്ട് വെട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ യഥാർത്ഥ സത്യവിശ്വാസികളായി കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നാം സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സത്യവിശ്വാസികൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. അത് അല്ലാഹു നമ്മോട് വന്ന് നേരിട്ട് പറഞ്ഞു തരികയാണോ? അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിലെ മനുഷ്യോൽപത്തി മുതൽ, മനുഷ്യൻ ഉണ്ടായത് മുതൽ, മനുഷ്യനെ അല്ലാഹു ഉണ്ടാക്കിയത് മുതൽ, സൃഷ്ടിച്ചത് മുതൽ, പിന്നീട് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സന്ദേശങ്ങളെ ഭൂമിയിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയക്കപ്പെടുകയാണ്.
പ്രവാചകന്മാരുടെ കാലഘട്ടം ഇങ്ങനെ അവസാനിക്കുമ്പോൾ, ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളും അവസാനിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ പിന്നെ നിർവഹിക്കുക, അവർ കൊണ്ടുവന്ന ആദർശത്തെ നെഞ്ചിലേറ്റിയവർ, അത് മനസ്സിലാക്കിയവർ, അതിനെ കൂടുതൽ അഗാധത്തിൽ പഠിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അവരുടെ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് പ്രവാചകന്മാർക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളാകുന്ന മലക്കുകൾ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തതാ. ആ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അഥവാ പ്രവാചകന്മാർ വഴി പിന്നീട് മനുഷ്യരായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അവസാന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ഇനിയൊരു പ്രവാചകന്മാർ വരാനില്ല, ഇനിയൊരു പ്രവാചകന്മാർ വരില്ല. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഈ മതത്തെ, ദീനിനെ ആഴത്തിൽ പഠിച്ചവരായിരിക്കണം. അതിന്റെ യഥാർത്ഥ നിലയിൽ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടത്. മറ്റുള്ളവരുടെ സഹായികളായി സത്യവിശ്വാസികൾ അവരുടെ സഹായികളായി അവരോടൊപ്പം ഉണ്ടായി തീരണം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നന്മയെയും തിന്മയെയും നൽകുകയും നന്മയിലൂടെ ചലിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, നന്മയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവനെ നന്മയിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് ഇറങ്ങി വന്ന പിശാചിനെ ശൈത്താൻ ആ പിശാചി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിശാചിന്റെ കെണിയിൽ വീണു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് അവൻ പറഞ്ഞു, സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വശമായിലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഈ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ മുന്നിലൂടി പിന്നിലൂടി ഇടതുവശത്തുകൂടി വലതുവശത്തുകൂടി അവരുടെ എല്ലാ വശങ്ങളെയും ചുറ്റിപ്പറ്റി അവരുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് അവരിൽ അധിക ആളുകളെയും നന്ദിയില്ലാത്തവരായി, നന്ദി കെട്ടവരായി ഞാൻ തീർക്കും എന്ന് പിശാച് പ്രതിജ്ഞയെടുത്തതായി വിശുദ്ധ ഖുർആനിലെ സൂറ അൽ-അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. പിശാചിന്റെ യഥാർത്ഥ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖല അശ്ശൈത്താനു യഅലുകുൽ ഫഖറ, ഫഖറിലാണ് അഥവാ ദാരിദ്ര്യത്തിലാണ് അവന്റെ കണ്ണ്. ആ ദാരിദ്ര്യത്തെ പിശാചിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിശാച് അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവന് വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കും. വയഅ്മുറുകും ബിൽ ഫഹ്ശായി, തിന്മകൾ പ്രവർത്തിക്കാനും അവൻ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു ഫദ്ല വല്ലാഹു വസിഉൻ അലീം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്തിലേക്കാണെന്നറിയാമോ? അവന്റെ പാപമോചനത്തിലേക്കും അവന്റെ വിശാലതയിലേക്കും, അഥവാ അവന്റെ ഔദാര്യത്തിലേക്കും വിശാലതയിലേക്കും നിങ്ങളെ അല്ലാഹു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വല്ലാഹു വസിഉൻ അലീം. അല്ലാഹു വിശാലമാണ് അല്ലാഹു, എല്ലാം അറിയുന്നവനാണ് അല്ലാഹു, എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവിൽ നിന്ന് ധിക്കരിച്ചുകൊണ്ട് മനുഷ്യർ മാറിപ്പോകുന്ന കാഴ്ചകൾ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം അതിനെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ദാരിദ്ര്യത്തെ ഭയന്നിട്ട് ഈ അടുത്ത കാലത്ത് കോതമംഗലം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ 2 മക്കളെയും ഭാര്യയും, കണ്ണിന് കാഴ്ചകളുള്ള ഭാര്യയും കൊണ്ട് അദ്ദേഹം മുസ്ലിമായ മനുഷ്യനല്ല, അദ്ദേഹം ദൈവവിശ്വാസിയ. ഉള്ള ക്ഷേത്രങ്ങളാകുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ അയാൾ കയറിയിറങ്ങി, മുഴുവൻ ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി മുഴുവൻ ദൈവങ്ങളോടും അയാൾ പ്രാർത്ഥിച്ചത്രേ. അയാൾ പറഞ്ഞത്രേ, എനിക്ക് ദാരിദ്ര്യമുണ്ട്, എന്റെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമാണ് ഞാൻ കഴിയുന്നത്, എനിക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, എനിക്കെല്ലാം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാളുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ കയറിയിറങ്ങി
അത്രേ. അയാളും അയാളുടെ ഭാര്യയും കുടുംബവും തൊട്ടടുത്ത പുഴയിൽ ചാടി അയാൾ ആത്മഹത്യ ചെയ്തു. ആ വേദനയില്ലാത്ത, വിഷമമില്ലാത്ത, പ്രയാസമില്ലാത്ത ഒരു ലോകത്തേക്കാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പോയത്. മറ്റൊരു മനുഷ്യൻ മംഗലാപുരത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മദ്രസ അധ്യാപകനാണ്. 45 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന ഭിക്ഷുവങ്ങൾ മക്കൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം, ദീനിന്റെ ബാലപാഠം, അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം കാരണം, അദ്ദേഹത്തിന്റെ പ്രയാസം കാരണം, അദ്ദേഹത്തിന്റെ കടങ്ങൾ കാരണം, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹവും ഒരു പുഴയിലേക്ക് ചാടുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുക്കുകയുണ്ടായി. ഇത് രണ്ട് വാർത്തകൾ നിങ്ങളോട് പറഞ്ഞത്. ഈ രണ്ട് വാർത്തകളല്ല ഇന്ന് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തൊട്ടടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചത് ആയതുകൊണ്ടാണ് നിങ്ങളോട് ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മൾ ദിനേന നമ്മുടെ പത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ഭാഗത്ത് സമ്പന്നത കൊണ്ടും ഒരു ഭാഗത്ത് ദാരിദ്ര്യത കൊണ്ടും പിശാച് നമ്മളെ പരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിശാചിന്റെ പരീക്ഷണം അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. സത്യവിശ്വാസികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വദില്ലതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിലെ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണെന്നറിയോ? എന്നെ ഫഖറിൽ നിന്ന്, അഥവാ എന്നെ ദാരിദ്ര്യത്തിൽ നിന്ന്, എന്നെ കുറവിൽ നിന്ന്, എന്നെ നിന്ദതയിൽ നിന്ന്, അപമാനത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണം, എന്നെ നീ കാക്കണമെന്ന് ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദാരിദ്ര്യം കാരണം, പ്രയാസങ്ങൾ കാരണം, അതുപോലെ കടങ്ങൾ കാരണം നമ്മൾ നമ്മുടെ ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടവരല്ല. അത് അവിടെ അവസാനിപ്പിക്കേണ്ടവരല്ല. അതൊരു പരീക്ഷണമായി കണ്ട് അതിനെ പോരാട്ടം നടത്തി, നമ്മുടെ ശരീരത്തോട് പോരാട്ടം നടത്തി അതിനെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്ന്, ഒരു ഇസ്ലാമിക അഥവാ അടിസ്ഥാന മറ്റു വിഭാഗങ്ങളാകുന്ന ആളുകൾക്ക് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ട ഒരു വാർത്തയുണ്ട്. എന്തായിരുന്നെന്നറിയോ ആ വാർത്ത? അത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു നല്ല വായനയുള്ള നല്ല ഉദ്യോഗസ്ഥനാകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും, ആ ഭാര്യയും 2 മക്കളുമായി സുഖകരമായി സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് വെക്കേണ്ടി വന്ന ആവശ്യം, അതുപോലെ തന്നെ എന്തൊക്കെയോ ആവശ്യങ്ങൾ കാരണം, എന്തൊക്കെയോ പ്രയാസങ്ങൾ കാരണം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വലിയ കടം കയറി, വലിയ കടം വന്നു, വലിയ പ്രയാസം. കടക്കാർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നല്ല വിദ്യാസമ്പന്നനായ ആ മനുഷ്യൻ വിചാരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യുക? ഇനി ഒന്നും ചെയ്യാനില്ല, എനിക്ക് മരിക്കുകയല്ലാതെ, എന്റെ മുന്നിൽ മരണമല്ലാതെ, ആത്മഹത്യയല്ലാതെ എന്റെ മുന്നിൽ ഇനി വഴിയില്ല. അതുകൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി അയാൾ തെരഞ്ഞെടുത്തത് എന്താണെന്നറിയോ? അദ്ദേഹം ഒരു വിഷം വാങ്ങി വരികയാണ് വീട്ടിലേക്ക്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിഷം വാങ്ങി വന്നു. അദ്ദേഹം ഭാര്യയും അദ്ദേഹം കൂടെ ചർച്ച ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് രാത്രി നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാവർക്കും കൂടി വിഷം കലർത്താം, എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാം. എന്ത് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല വായനാശേഷിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന ഡൈനിങ് ഹാളിൽ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു പുസ്തകം, ആ പുസ്തകത്തെ അദ്ദേഹം ഇങ്ങനെ മറിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഏതാണെന്നറിയോ? വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു പരിഭാഷ അദ്ദേഹം ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്. അതിങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് കേൾക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നിട്ട്
കൊല്ലുന്നവൻ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ കൊല്ലരുത് എന്ന് ആ വായിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണിച്ചു. ആ പുസ്തകം ഭാര്യയും ആവർത്തിച്ച് വായിച്ചു. അവരുടെ ശ്രമത്തിൽ നിന്ന് അവർ മരിക്കാൻ തീരുമാനിച്ചതിൽ നിന്ന് അവർ പിന്മാറുകയാണ്. എന്നിട്ട് അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു, ഇസ്ലാമിനെ പഠിക്കുന്നു. ആ കുടുംബം എന്നും സുരക്ഷിതമായി മുസ്ലിങ്ങളായി അവരുടെ മക്കൾ ഉദ്യോഗസ്ഥരായി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക ഈ ഭൂമിയിൽ. ഇത് കേവലം കഥയല്ല, നടന്ന സംഭവമാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ വക്താക്കൾ, ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട വക്താക്കൾ പോലും ഇന്ന് ആത്മഹത്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നേ മലപ്പുറം ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിന്റെ MD ആയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരുപാട് ആളുകളിൽ നിന്ന്, ധാരാളം ആളുകളിൽ നിന്ന് ഒരുപാട് കടം വാങ്ങി അദ്ദേഹം വാങ്ങിയ ഹോസ്പിറ്റൽ റെഡിയാക്കാൻ വേണ്ടിയ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഉന്നതിയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇസ്ലാം ദീൻ അദ്ദേഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ രാവിലെ പ്രഭാതത്തിൽ അദ്ദേഹം തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം ആ തഹജ്ജുദ് നമസ്കാരത്തോടുകൂടി അദ്ദേഹത്തിന്റെ ജീവൻ അവർ അവസാനിപ്പിച്ചു. ഇങ്ങനെ ധാരാളം മനുഷ്യരെ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അഷ്റഫ് മുസ്ലിയാർ മാത്രമല്ല, ധാരാളം ആളുകളെ കാണാൻ പറ്റും. പക്ഷേ കുറെ മുന്നേ കാലങ്ങളിൽ ഇസ്ലാം ദീനെത്തിയിട്ടില്ലാത്ത വളരെ ബലഹീനരാകുന്ന, വളരെ പാമരങ്ങളാകുന്ന ആളുകളാണ് ഈ ആത്മഹത്യ പോലെയുള്ളതിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് സമുദായത്തിലും സമൂഹത്തിലും അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. തൊട്ടുമുന്നേ തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ മറ്റൊരു വാർത്ത പത്രത്തിലൂടെ നമ്മൾ വായിച്ചു. അത് കാസർഗോഡ് ജില്ലയിലാണ് എന്നാണ് എന്റെ ഓർമ്മ. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പിതാവ് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി 1500 രൂപ ചോദിച്ചു. 1300 രൂപ നൽകി. 200 രൂപയുടെ കുറവെന്ന് അത് പിന്നെ തരാമെന്ന് പറഞ്ഞു. അത് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ലാതെ, പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലാതെ ജീവിതം അവസാനിപ്പിച്ചു എന്നതാണ് പിന്നീട് നമ്മൾ കേട്ട വാർത്ത. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ ദില്ലത്തിലേക്ക്, മനുഷ്യനെ നിന്ദയിലേക്ക് കൊണ്ടുപോകാൻ പിശാച് അവനിങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാച് സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ വീണുപോകാതെ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അചഞ്ചലമായ ദീൻ, വിശ്വാസമുണ്ടെങ്കിലേ പറ്റൂ. അതിവിശുദ്ധ ഖുർആൻ മനസ്സിലാക്കൽ കൊണ്ടേ പറ്റുള്ളൂ. പ്രവാചക ചരിത്രങ്ങളും പ്രവാചക സംഭവങ്ങളും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ഹദീസുകളും മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ ജീവിതത്തിന് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റാതെ ദാരിദ്ര്യത്തിന്റെ കൊടും പട്ടിണിയിലൂടെ കടന്നുപോയിട്ടുള്ള ചരിത്രങ്ങൾ ഇസ്ലാമിനുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ധാരാളം കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനായി കഥകൾ പറഞ്ഞു തരുന്നത്? കേൾക്കാനും കേട്ട് ആസ്വദിക്കാനും മാത്രമല്ലല്ലോ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കഥകളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കഥകളെ പ്രാവർത്തികമാക്കാതിരിക്കുമ്പോഴാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒന്നുകൂടി പറയുന്നു, ഈ ദാരിദ്ര്യം വരാനൊക്കെ ചില വഴികൾ ചിലപ്പോഴെങ്കിലും ചില ആളുകൾ ഉണ്ടാക്കി വെക്കുന്നത് എന്താണെന്നറിയോ? അവരെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അവർക്ക് തന്നെ എന്തിനാണ് ഒരാൾ ജീവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ അയാളെ നോക്കിയിട്ട് അതാണ് എന്റെ ജീവിതം, അതാണ് ഞാൻ ചെയ്യേണ്ടത്, അതേപോലെ എനിക്കുമാകണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അയാളെ പോലെ നല്ല വീടുണ്ടാക്കണം, വീട് വേണം, താമസിക്കണം, അയാൾക്ക് പറ്റുന്ന നിലയിലാക്കാൻ. അതേപോലെ മക്കളെയും ഭാര്യയെയും ഇണകളെയും, എന്റെ സമ്പത്തിന്റെ വരുമാനം ഇത്രയാണ്, എന്റെ വരുമാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളെ ചിലവുകൾ കഴിക്കേണ്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് നമുക്ക് പാഠം നൽകാൻ കഴിയുന്നില്ല. സമ്പന്നർ അവർ ധൂർത്തടിക്കുന്നതിൽ നിന്ന് പിശാചാണ് ധൂർത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സമ്പത്തുള്ളവർ അവർ ധൂർത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാനും അവരെ അറിഞ്ഞു മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നേടിക്കൊടുക്കേണ്ടതും ഓരോ സത്യവിശ്വാസിയുടെയും
നമ്മുടെയും ബാധ്യതയാണ്. എന്താ സംഭവിക്കുന്നതെന്നറിയോ? ദീൻ യഥാർത്ഥത്തിൽ അനുസരിക്കാത്തത് കൊണ്ടാണ്. പകുതി വഴിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കും, ചില വഴിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കും, അത് മാത്രമാണ് ദീൻ എന്ന് വിചാരിക്കും, എന്നിട്ട് അതിന്റെ പുറകെ പോകും. അതാണ് ഓരോരുത്തരും മനസ്സിലാക്കിയത്. അതായത് പൊട്ടൻ, ഒരു കൺകുരുടനാകുന്ന മനുഷ്യൻ, പൊട്ടൻ എന്ന് പറഞ്ഞ കൺകുരുടനായ മനുഷ്യൻ, അയാൾ ആനയെ കണ്ടതുപോലെ ഇരിക്കും. എങ്ങനെ? അവർ തൊട്ടു നോക്കിയതുപോലെ ഇരിക്കും. പഴയ ഒരു കഥ പറയാറുണ്ട്. അതേപോലെയാണ് ഇന്ന് നമ്മുടെ ദീനിന്റെ അവസ്ഥയും ഇസ്ലാമിന്റെ അവസ്ഥയും. എവിടെയൊക്കെ തൊട്ടു നോക്കിയിട്ട് അതാണ് ദീൻ എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ മോശമാണെന്ന് വിചാരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു ഫീ യൗമിൻ ദീ മസ്വാബ ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് മലമ്പാതകൾ താണ്ടിക്കടന്നില്ല എന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? പ്രയാസങ്ങളുള്ള സമയത്ത്, ദാരിദ്ര്യമുള്ള സമയത്ത്, ആ ദിവസങ്ങളിൽ നിങ്ങൾ യതീമിനെ സഹായിക്കുന്ന അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ദരിദ്രര്, അനാഥര്, അതുപോലെ ബന്ധപ്പെട്ട ആളുകള്, യതീമുകള്, അവരെയൊക്കെ സഹായിക്കൽ വളരെ പുണ്യകരമായ കാര്യമായും അത് സാമ്പത്തിക ഭദ്രതയുള്ളവരോട് പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ യാചിച്ച് നടക്കലോ അവന്റെ യാചിച്ച് നടക്കൽ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറ ബഖറയിലെ 273-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർളി യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ മിനൽ തഅഫ്ഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന الناس إلحافا وما تنفقوا من خير فإن الله به عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവന മാർഗം തേടപ്പെടാൻ കഴിയാതെ ഇരിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ മാർഗത്തിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, വ്യാപൃതരായി കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ദരിദ്രന്മാർക്ക് വേണ്ടി, അങ്ങനെയുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷെ അവരെ നിങ്ങൾ നോക്കിയാൽ അവരുടെ വസ്ത്രവും അവരുടെ രൂപവും കണ്ട് നിങ്ങൾക്ക് അവർ ദരിദ്രരാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അവരുടെ മുഖങ്ങളിൽ നിന്ന്, അവരുടെ ലക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം? മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളോട് അവരെന്ത് ചെയ്യൂല? എന്നിട്ട് എന്താ പറയുക? അവർ ചോദിക്കൂല ആളുകളോട്, അങ്ങനെ ആളുകളെ മുഷിപ്പിക്കൂല. ആളുകളെ മുഷിപ്പിച്ചെന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് മുഷിപ്പിക്കുകയില്ല. അവരങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ലക്ഷണം കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ നിങ്ങൾ അറിയുന്ന നല്ലതുപോലെ നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നരാകുന്ന ആളുകളോട് പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒരു വശത്ത് ദാരിദ്ര്യമുള്ള മനുഷ്യനും അതുപോലെ തന്നെ സമ്പന്നനാകുന്ന മനുഷ്യന്റെ ധൂർത്തും അവന്റെ ആഡംബരവും അവന്റെ മറ്റു കാര്യങ്ങളും അവനെങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ദരിദ്രനും അവനെ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പകുതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായി തീരും. അല്ലെങ്കിൽ അവൻ അവന്റെ നാട്ടിൽ നിന്ന് ഒഴിച്ച് അവൻ മറ്റേതെങ്കിലുമൊക്കെ നാടുകളിലേക്ക് പോകേണ്ടി വരും. ഈ അവസ്ഥ എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ നമുക്ക് വരാതിരിക്കാൻ, ഞാൻ ഇമാമായി നിൽക്കുന്ന എന്റെ മകനിൽ വരാതിരിക്കാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സമ്പന്നരാകുന്ന ആളുകൾ ദരിദ്രരെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി, അൽഹംദുലില്ലാഹ് അതിന്റെ കണ്ടറിയാനുള്ള സംവിധാനം നമ്മുടെ ഈ മഹലിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് കളക്ഷൻ ഇവിടുത്തെ ദരിദ്രരാകുന്ന ആളുകളെ സഹായിക്കാൻ, രോഗികള്, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവർ, വീടില്ലാത്തവര്, അങ്ങനെ തുടങ്ങിയ ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിങ്ങൾ കൈയഴിഞ്ഞ് സഹായിച്ചാൽ മതിയാകും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരാകുന്ന ആളുകൾ എല്ലാവരോടും ഇങ്ങനെ കൈനീട്ടിയും യാചിച്ചും അവരും ധൂർത്തന്മാരായി മാറാതെ ഉള്ളത് കൊണ്ട് സംതൃപ്തമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അറിയാത്ത വഴിയിലൂടെ അല്ലാഹു നമ്മെ സഹായിക്കും. പക്ഷേ എല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ, വിശ്വാസികൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം അല്ലാഹ് ഇപ്പൊ തന്നെ തരണം എന്ന് വിചാരിക്കല്ല. എല്ലാം അല്ലാഹു ബലപ്പതി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അല്ലാഹു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളൊരു പ്രാർത്ഥന കൂടി, ഒരു ദുആ കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കൂ, ഒന്ന് മനസ്സിലാക്കി വെക്കൂ. എന്നിട്ട് നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം നമ്മളൊന്ന് ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്ത് നോക്കൂ. ഇമാമിനോടൊപ്പം മാത്രം ദുആ
ദുആ ചെയ്ത് ശീലിക്കാതെ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യാൻ നോക്കൂ. ഒറ്റയ്ക്ക് പടച്ചവനോട് ചോദിക്കാൻ ശ്രമിക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ ഖസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി الدين وكثر الرجال. ഒരു വലിയ പ്രാർത്ഥന. എന്താണെന്നറിയോ? എന്താണ് പറയുന്നതെന്നറിയോ? എന്താ അറിയാതെ കുറച്ചങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എന്താണ് പറയുന്നതെന്നറിയോ? പടച്ചവനെ, വിഷമത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, നിസ്സഹായതയിൽ നിന്ന്, അലസതയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, മനുഷ്യരുടെ പീഡനങ്ങളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ എനിക്ക് കാക്കണം, നീ എനിക്ക് കാവലായി തീരണമെന്ന പ്രാർത്ഥനയുടെ സാരം. അതിന് മലയാളം പഠിച്ചു വെച്ചാൽ പഠിച്ചതിനെ ഭീരുക്കാക്കാതെ, അപമാനിതനാക്കാതെ, നിന്യനാക്കാതെ, ആരുടെ മുന്നിലും നിന്യനാക്കാതെ എന്ത് ചെയ്യണം? ഇസ്സത്തോടെ ജീവിക്കാൻ എന്നെ പ്രാർത്ഥനാക്കണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു പരിഹാരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ ദാരിദ്ര്യത്തിലും ആ ദാരിദ്ര്യത്തിൽ എത്ര ദാരിദ്ര്യമുണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കാൻ, എത്ര വിഷപ്പും എത്ര ഭയാനകതയും ഉണ്ടായാലും അവിടെ അല്ലാഹുവിൽ അഭയം തേടാനും നമുക്ക് ഉറച്ചു നിൽക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സമ്പത്തുള്ളവർ അതനുസരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തങ്ങൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് രണ്ട്